Hi dears, welcome to Ashbi Creations. ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ലീവ് ഡിസൈൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി റോ കോട്ടന്റെ ഫാബ്രിക് ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു 3 കളർ സിൽക്ക് ത്രെഡും ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു 3 കളർ സിൽക്ക് ത്രെഡും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് പേൾസും വേണം. ഈ ഒരു വൈറ്റ് കളറിലെ ബീഡ്സ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിലുള്ള ബീഡ്സ് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ലീവ് ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ആദ്യം സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കുക, ബോർഡർ ലൈൻ വരച്ചിട്ട് പിന്നെ മുകളിലേക്ക് എത്ര ഇഞ്ചാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ അത്ര അളവിൽ ഒരു ലൈൻ വരയ്ക്കുക. പിന്നെ അതിന് ചുറ്റിനും ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് റൗണ്ട്സ് വരച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ആ ലൈന് ചെയിൻ സ്റ്റിച്ചാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ത്രെഡ് എടുത്തിട്ടുള്ളത് 2 സ്ട്രാൻഡ്സിലാണ്. ഒരു സ്ട്രാൻഡ്സിൽ ത്രെഡ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ട് ആണ് ഞാനൊരു 2 സ്ട്രാൻഡ്സ് ആക്കി എടുത്തിട്ടുള്ളത്. ഇതിനു മുമ്പ് ഞാൻ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സിൽക്ക് ത്രെഡ് എടുക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി വീഡിയോസ് ഒന്ന് നോക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ തീരെ തിന്നായിട്ടാണ് നമ്മൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിൽക്ക് ത്രെഡിൻ്റെ അളവൊന്ന് കൂട്ടിയെടുത്താൽ മതി. 3 സ്ട്രാൻഡ്സ് എടുക്കാം, 4 സ്ട്രാൻഡ്സ് എടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ത്രെഡ് എടുക്കാം. അതിൽ കോട്ടൺ ത്രെഡ്സിലാണെങ്കിൽ 6 സ്ട്രാൻഡ്സിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നൂല് മാറ്റിയതിന് ശേഷം 3 സ്ട്രാൻഡ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്ലീവ് ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പം ബാക്കിയുള്ള ചെയിൻ സ്റ്റിച്ചും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫ്ലവേഴ്സാണ്. ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മൾ ആദ്യം കാണിച്ച പീളില്ലേ അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് ചുറ്റുമാണ് നമ്മൾ ഈ ഒരു ഫ്ലവറൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചുറ്റും ഫ്ലവർ ചെയ്ത് കൊടുക്കാം. ഇവിടെ റിംഗ് ഫ്ലവറാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ത്രെഡ് എടുത്തിട്ടുള്ളത് 8 സ്ട്രാൻഡ്സിലാണ്. അപ്പോൾ ഇതുപോലെ 2 പ്രാവശ്യം നീഡിലൊക്കെ ഒന്ന് ചുറ്റി ഇതുപോലെ പതുക്കെ വേണം താഴേക്ക് വലിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. ഞാനൊരു പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അച്ചൂസ് ഡിസൈൻ എന്നാണ് ചാനലിൻ്റെ നെയിം. എംബ്രോയിഡറി ഡിസൈൻസ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം ഇനി മുതൽ നമ്മുടെ കൂടുതൽ വീഡിയോസ് നമ്മുടെ അച്ചൂസ് ഡിസൈൻ അത് നെക്ക് ഡിസൈൻസൊക്കെ കൂടുതലായിട്ടും അതിനകത്ത് കാണിക്കും. നമ്മുടെ ഈ ഒരു ചാനലിൽ സ്ലീവ് ഡിസൈനും അതുപോലെ ട്യൂട്ടോറിയൽസൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ചാനൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ, എംബ്രോയിഡറി ഇഷ്ടമുള്ള ആൾക്കാർ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യണം. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുള്ള. അപ്പോൾ മറക്കാതെ ഒന്ന് ചാനൽ വിസിറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. റിംഗ് ഫ്ലവർ ചെയ്യുമ്പോൾ പതുക്കെ വേണം നമ്മൾ ത്രെഡിലൊന്ന് പിടിച്ചു കൊടുക്കാനായിട്ട്. ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഞ്ച് നോട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പതുക്കെ വേണം അത് ഒന്ന് ത്രെഡിൽ പിടിക്കാനായിട്ട്. ഫ്ലവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള ഫ്ലവേഴ്സ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഡാർക്ക് കളറാണെങ്കിൽ അടുത്തത് ചെയ്യുമ്പോൾ ലൈറ്റ് റോസാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ മറക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടിയുണ്ട്.
ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്